ഹരേ കൃഷ്ണ. കന്നിരാശിക്കാർക്ക് 2025 മുതൽ 2030 വരെ 5 വർഷത്തെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളുമാണ് പറയാൻ പോകുന്നത്. രാശിചക്രത്തിലെ 6ാമത്തെ രാശി കന്നിരാശി. കന്നിരാശിയുടെ സ്വാമി ബുധൻ. ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, തീർച്ചയായും കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായവും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. മെയ് 2025 മുതൽ മെയ് 2026 വരെ വ്യാഴം 10ാം ഹൗസിൽ, 10ാം ഭാവം കർമ്മത്തിൻ്റെ, ജോലിയുടെ, ബിസിനസ്സിൻ്റെ ഒക്കെയാണ്. ഈ സമയം നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ പുഷ്ടിപ്പെടുകയും ഏതു കാര്യവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് നിങ്ങളിൽ വരും. കൗൺസിലിംഗ്, അതുപോലെ തന്നെ ബാങ്കിങ് ഒക്കെ, കമ്മ്യൂണിക്കേഷൻ രീതിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് സ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2ാം ഹൗസിൽ ദൃഷ്ടി വരുമ്പോൾ നിങ്ങളുടെ വാണി, സംസാരം മറ്റുള്ളവർക്ക് ഇമ്പം തോന്നുന്നതും നിങ്ങളിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നതിനുമുള്ള സാധ്യത. അതുപോലെ തന്നെ ദൃഷ്ടി 4ാമത്തെ ഹൗസിലുമുണ്ട്. ഇത് മാതാവും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനതിന് സാധിക്കും. 6ാമത്തെ ഹൗസിലും ദൃഷ്ടിയുണ്ട്. ഈ സമയം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ശത്രുക്കൾ കൂടുതലിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, അത് കണ്ട് നിൽക്കുക. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 11ാം ഹൗസിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതാണ്. ഈ സമയം ലാഭത്തിൻ്റെ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന്, ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതെല്ലാം പൂർത്തീകരിക്കുന്നതിനുള്ള സമയം. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡീലിംഗ്, വാഹനം വാങ്ങിക്കുന്നതിനുള്ള സാധ്യത, എല്ലാ വിധത്തിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്ന സമയം. മെയ് 2027 മുതൽ 2028 വരെ വ്യാഴം 12ാം ഹൗസിൽ. ഈ സമയം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ലോങ് ട്രാവൽസ് ചെയ്യുന്നതിനുള്ള സാധ്യത, തീർത്ഥാടനം ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ടാവും. ചിലവുകൾ കൂടും. ഈ സമയം വീട്ടുപകരണങ്ങളും വാഹനങ്ങളും റിപ്പയർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മെയ് 2028 മുതൽ 2029 വരെ വ്യാഴം 1ാം ഹൗസിൽ. ഈ സമയം സ്പിരിച്വൽ കണക്ടിവിറ്റി കൂടും, ആധ്യാത്മികത കൂടുന്നതിനുള്ള സമയം. പേരും പ്രശസ്തിയും കിട്ടുന്നതിനുള്ള യോഗം ഉണ്ടാകും ഈ സമയം. മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2028 വരെ, അടുത്ത 2.5 വർഷത്തേക്ക് ശനിദേവ് നിങ്ങളുടെ 7ാം ഭാവത്തിൽ. ഈ സമയം ലവ് മാരേജ് നടക്കുന്നതിനുള്ള സമയമാണ്. ശനിയുടെ ദൃഷ്ടി 1ാം ഹൗസിൽ, ചന്ദ്രൻ്റെ കൂടെ. ഈ സമയം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓവർ തിങ്കിങ് വരുന്നതിനുള്ള സാഹചര്യം, അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. 7ാം ഹൗസ് എന്ന് പറയുന്നത് ദാമ്പത്യ, സ്നേഹബന്ധം, പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെയാണ്. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് കുറച്ച് പിടിവാശിയൊക്കെ കൂടുന്നതിനുള്ള സമയമാവും. ഇത് ശനിയുടെ പ്രഭാവത്താൽ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. 9ാമത്തെ ഹൗസിൽ ശനിയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നിങ്ങളുടെ പിതാവിൻ്റെ കൂടെ വാക്ക് തർക്കങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. എല്ലാം നല്ല രീതിയിൽ ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാതിരിക്കുക. 4ാം ഭാവത്തിലും ശനിയുടെ ദൃഷ്ടിയുണ്ട്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മാതാവിന് ചെറിയ രീതിയിലുള്ള ഒരു അസംതൃപ്തി വരുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും. ഫെബ്രുവരി 2028 മുതൽ 2030 വരെ 2.5 വർഷത്തേക്ക് ശനി 8ാം ഭാവത്തിലായിരിക്കും, നീചസ്ഥിതിയിൽ വരും. ഈ സമയം വിപരീതമായ രാജയോഗം തന്നെ ഇവിടെ സൃഷ്ടിക്കുന്നതാണ്.
അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയം. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് കടങ്ങൾ ഉള്ളവർക്ക് കടം വീടാനും കോർട്ടിൽ കേസുകളൊക്കെ നടക്കുന്നവർക്ക് അതിൽ നിന്നും പുറത്തു കടക്കുന്നതിനുമുള്ള ഒരു സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്നേഹബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുവാൻ വളരെയേറെ സാധ്യതയാണ്. ചെറിയ കാര്യങ്ങൾ വിട്ടുകളയുക. അങ്ങനെ നിങ്ങൾ പഠിക്കുക. നിങ്ങളിൽ കൺഫ്യൂഷൻ, ഒരു സംശയം ഒക്കെ വരുന്നതിനുള്ള സാധ്യതയാണ് ഈ സമയം. അതുകൊണ്ട് സ്നേഹബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. ശനിയുടെ ദൃഷ്ടി 5-ാം ഭാവത്തിൽ. ഈ സമയം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗോചരം നോക്കാം. മെയ് 2025 മുതൽ ഡിസംബർ 2026 വരെ രാഹു 6-ാമത്തെ ഭാവത്തിൽ. ഈ ഗോചരം വളരെ അനുകൂലമായതാണ്. ഈ സമയം കടം, രോഗം, ശത്രുത, ഇതിൽ എല്ലാം നിങ്ങൾക്ക് വിജയം തീർച്ചയായും ലഭിക്കും. ഈ സമയം ഗവൺമെൻറ് ജോലിക്ക് വെയിറ്റ് ചെയ്യുന്നവർക്ക് അതിനുള്ള സാധ്യത, ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്മിഷനൊക്കെ ചെയ്യുവാനുള്ള സാധ്യത, ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ MNC കമ്പനിയിലൊക്കെ നല്ല ജോലിക്കുള്ള സാധ്യത, വിദേശ വരുമാനം കിട്ടുന്നതിനുള്ള സാധ്യത ഈ സമയം തീർച്ചയായും ഉണ്ട്. കേതു 12-ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളുടെ ഉറങ്ങിക്കിടന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, അതെല്ലാം നല്ല രീതിയിൽ വരുന്നതിനുള്ള അനുകൂല സമയം. ആധ്യാത്മികത എല്ലാവരും കന്നിരാശിക്കാർക്ക് നല്ലൊരു സമയമായിരിക്കും. ആധ്യാത്മിക ജീവിതത്തിൽ ഈ സമയം ഡിസംബർ 2026 മുതൽ ജൂൺ 2028 വരെ 18 വർഷങ്ങൾക്ക് ശേഷം രാഹു നിങ്ങളുടെ 5-ാം ഭാവത്തിൽ വരുന്നു. സ്നേഹബന്ധത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം. ഈ സമയം നിങ്ങളിൽ കുറച്ച് സംശയം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നിൽക്കുക. 5-ാം ഭാവം സന്താനത്തിൻ്റെ ശിക്ഷയുടെ കുറച്ച് അലസതയൊക്കെ വരുന്ന സമയമാണ് കുട്ടികൾക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. 5-ാം ഭാവത്തിലെ രാഹു വിദ്യാർത്ഥികൾക്കും സ്നേഹബന്ധത്തിൽ ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ വരുന്നതിനുള്ള സമയമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. സ്നേഹബന്ധത്തിൽ ഉള്ളവർ വേറൊരു ഒന്നിൽ കൂടുതൽ സ്നേഹബന്ധത്തിൽ വരാതെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ലവ് റിലേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: മാതാപിതാക്കളെ സംരക്ഷിക്കുക, പിന്നെ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക, ബുധൻ്റെയും ശുക്രൻ്റെയും ബീജമന്ത്രം സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഡെയിലി 108 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇനിയും ഇന്നത്തെ വാസ്തു ടിപ്പ് എന്താണെന്ന് നോക്കാം. വാസ്തുപ്രകാരം നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിക് ഐറ്റംസ്, TV, ഇൻവെർട്ടർ അതുപോലുള്ള സാധനങ്ങൾ എവിടെ വെക്കാം? TV വെക്കേണ്ട സ്ഥലം അഗ്നിമൂല, തെക്ക് കിഴക്ക് കോർണറിൽ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കിഴക്ക് വശത്തും വെക്കാം. നോർത്ത് ഈസ്റ്റിലും സൗത്ത് വെസ്റ്റിലും തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും കോർണർ ഒരിക്കലും അവിടെ വെക്കാൻ പാടുള്ളതല്ല. ഇൻവെർട്ടർ നിങ്ങൾക്ക് അഗ്നിമൂലയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെക്ക് വശത്താണേലും വെക്കാം. നോർത്ത് വെസ്റ്റിലും വെക്കാം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ലാപ്ടോപ്പൊക്കെ വെക്കുമ്പോഴത്തേക്കും അതും നിങ്ങളുടെ റൂമിൻ്റെ അഗ്നിമൂലയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈസ്റ്റിലോ നോർത്തിലോ ലാപ്ടോപ്പ് വെക്കാം. മൈക്രോവേവ്, മിക്സർ, ഗീസറൊക്കെ വെക്കുന്നതും അത് നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്നതാണ്, തെക്ക് കിഴക്ക് ഭാഗത്ത്. ഹെവി ഐറ്റംസ് ആയിട്ടുള്ള ഗീസറൊക്കെ ഫിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വാഷ്റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് കോർണറിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ബ്രഹ്മസ്ഥാനവും എപ്പോഴും നിങ്ങൾ ഒഴിവാക്കി വെക്കണം.
ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് ഇടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.